റിക്രൂട്ടിംഗിന് സർക്കാർ ഈടാക്കുന്ന 2000 റിയാൽ ഫീസ് മാറ്റമില്ലാതെ തുടരുമെന്നും വ്യക്തികൾക്ക് പകരം റിക്രൂട്ടിംഗ് ഏജൻസികളെയും ഓഫീസുകളെയും വക്കാലത്തേൽപ്പിക്കാനുള്ള ഇലക്ട്രോണിക് സേവനത്തിന് 300 റിയാൽ ഈടാക്കുമെന്നും മന്ത്രാലയത്തിലെ മീഡിയ സെന്റർ മേധാവി തൈസീർ അൽ മുഫ്രിജ് പറഞ്ഞു. എന്നാൽ തൊഴിൽ മന്ത്രാലയത്തിൽ നേരിട്ട് വന്ന് റിക്രൂട്ടിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നവർക്ക് ഈ അധിക ചാർജ് ബാധകമായിരിക്കില്ല. വിസ അപേക്ഷകർക്ക് ലഭിക്കുന്ന സേവനത്തിന്റെ പ്രതിഫലമെന്ന നിലയ്ക്കാണ് 300 റിയാൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള മാർഗത്തിൽ അധിക നിരക്ക് കൂടാതെ വിസയ്ക്ക് അപേക്ഷിക്കാമെന്നതിനാൽ അധിക നിരക്ക് ആർക്കും മന്ത്രാലയം നിർബന്ധമാക്കുന്നില്ല. വിസ നടപടികളും വക്കാലത്തും ഇലക്ട്രോണിക് രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് അടുത്ത ഹിജ്റ വർഷാരംഭം മുതൽ മന്ത്രാലയം 2300 റിയാൽ ഈടാക്കുമെന്നതിനാൽ ഇത് ഫീസ് വർധനയായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ ഇതര മന്ത്രാലയങ്ങൾ അതിന്റെ കീഴിലുള്ള ഇലക്ട്രോണിക് സേവനങ്ങൾ സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായി നൽകുമ്പോൾ തൊഴിൽ മന്ത്രാലയം സമാന സേവനത്തിന് 300 റിയാൽ ഈടാക്കുന്നതാണ് വിമർശത്തിന് കാരണമായത്. ഇലക്ട്രോണിക് സേവനത്തിന് ഫീസ് ഈടാക്കുന്നത് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വദേശികൾക്ക് അധിക ചെലവുണ്ടാക്കുമെന്നും സ്വദേശികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1 റിയാദ്.